ഈ പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാതാപിതാക്കൾ വീട്ടിൽ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും കുട്ടികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഇടയ്ക്ക് തമാശ രൂപത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്. കുട്ടി ദേശീയഗാനം ചൊല്ലുമ്പോഴേക്ക് കുട്ടി ഇങ്ങനെ പുസ്തകം എടുത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കും. ചൊല്ലി കഴിയുമ്പോഴേക്ക് കുട്ടി ഇറങ്ങി ഓടുന്നുണ്ട്. ആ കുട്ടിയെ സ്ഥിരമായിട്ട് അധ്യാപകൻ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അധ്യാപകന്റെ തൊട്ടടുത്ത് തന്നെയാണ് കുട്ടിയുടെ വീട്. 4 മണിക്ക് സ്കൂൾ വിട്ട കുട്ടി 5:30ക്കൊക്കെയാണ് വീട്ടിലെത്തുന്നത്. നീയല്ലടാ ദേശീയഗാനം ചൊല്ലുമ്പോഴേക്കും പുസ്തകമൊക്കെ പിടിച്ച് ഇറങ്ങി ഓടുന്നത് കാണാറ്. പക്ഷെ നീ വീട്ടിലെത്തുന്നില്ലല്ലോ. അത് സാറേ, പിന്നെ ദേശീയഗാനം അങ്ങനെ ചൊല്ലുമ്പോൾ സ്കൂൾ വിട്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇറങ്ങിങ്ങോട്ട് ഓടും. ഓടി പകുതി അങ്ങോട്ട് എത്തുമ്പോൾ എന്റെ വീട്ടിലേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ പോകാൻ തോന്നൂല. അപ്പൊ പിന്നെ അപ്പുറത്ത് ഇങ്ങനെ പാടത്ത് കുട്ടികൾ കളിക്കുന്നിടത്തൊക്കെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഏകദേശം തല്ല് കിട്ടും എന്ന് ഉറപ്പാകുന്ന ഒരു സമയമാകുമ്പോൾ ഇരുട്ടായി തുടങ്ങുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലും. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ വീടകങ്ങൾ കൽപ്പനകളുടെയും ആജ്ഞകളുടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെയും ഇടങ്ങളാകണോ? അതല്ല, ചില വിട്ടുകൊടുക്കലിന്റെ, ചില ക്ഷമ ചോദിക്കലിന്റെ, ചില തെറ്റുകൾ ഏറ്റുപറയുന്നതിന്റെ ഇടങ്ങളാക്കി മാറ്റണോ എന്നുള്ളത്.